മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അനവധി ദിവസങ്ങളുടെ യാത്ര, അബുദാബിയിൽ നിന്ന് വന്ന് വിശാഖപട്ടണത്തിൽ നിന്ന് വന്ന് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് കോട്ടയം ജില്ലയിലും എറണാകുളത്തും തൃശ്ശൂരും അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത്. അനുഭവങ്ങളുടെ വലിയൊരു പരമ്പരയായിരുന്നു ഈ 7 ദിവസത്തെ യാത്ര. സമൂഹം എങ്ങനെ മാറുന്നു എന്നും യുവാക്കളും എടുത്തു പറയാനുള്ളത് മറ്റു മതസ്ഥരും നമ്മുടെ നാടിൻ്റെ പൈതൃകത്തോട് കാണിക്കുന്ന അതിമഹത്തായ ആഭിമുഖ്യം, പഠിക്കാനുള്ള ആഗ്രഹം നേരിട്ട് അറിയാൻ സാധിച്ചു. അതവിടെ ഇരിക്കട്ടെ. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കാര്യം സമർപ്പിക്കുകയാണ്. ചിലര് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണൻ ഒരു സംഘിയാണെന്നും ഒരു വർഗീയവാദിയാണെന്നും ഹിന്ദുത്വ പ്രചാരകൻ മാത്രമാണെന്നും മറ്റ് മതങ്ങളെ അവഹേളിക്കുന്നവനാണെന്നും എല്ലാം വരുത്തി തീർക്കാൻ കുറച്ചുപേര് കുറേ കാര്യങ്ങൾ ചെയ്തു. പരമമായ ലക്ഷ്യം ഞാനെന്ന വ്യക്തിയുടെ പ്രഭാഷണങ്ങളും സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് ജനം TV-യിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ആയിരക്കണക്കിന് വ്യക്തികൾ, ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് അത് എത്തിക്കുന്നത് സമൂഹത്തിൽ എല്ലാ മണ്ഡലത്തിലും അടിമുടി മാറ്റം ഉണ്ടാകുന്നത് സഹിക്കാൻ വയ്യാതെ, ഒരുപക്ഷെ അസഹിഷ്ണുതയുടെ പരമകാഷ്ഠയിൽ എതിർക്കാൻ വേണ്ടിയായിരുന്നു ചിലരെല്ലാം കാണിച്ചു കൂട്ടിയത്. അതൊന്നും കേരള സമൂഹം എടുത്തില്ല. അതായിരുന്നു എൻ്റെ അനുഭവം. അത് ഞാൻ ഓരോന്നായിട്ട് പിന്നീട് വിഷയത്തോടു കൂടി ചേർത്ത് വിവരിക്കാം. ഇപ്പോൾ ഈ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതിൽ ഒന്നാമത്തേത്, ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഗോപാലകൃഷ്ണന് അവാർഡ് വാങ്ങിക്കാറില്ല, ബൊക്കെ വാങ്ങിക്കാറില്ല, പൊന്നാട വാങ്ങിക്കാറില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അത് വേണ്ടാന്നും പറയാറുണ്ട്. അതിന് കാരണവും പറയാറുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ നാടിൻ്റെ പൈതൃകവും ഈ നാടിൻ്റെ ധർമ്മവും ഒരു 10,000 വർഷത്തെ പാരമ്പര്യമെങ്കിലുമുള്ള ഇത്രയും ഉജ്ജ്വലമായ ഒരു ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാനും അതിലെ തിന്മകളും അന്ധവിശ്വാസങ്ങളും മാറ്റി നന്മകളും ശാസ്ത്രീയമായതും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുമുള്ള മഹായജ്ഞത്തിൽ ആയിരക്കണക്കിന് വ്യക്തികൾ, 100 കണക്കിന് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സ്കൂളുകളും കോളേജുകളും സംഘടനകളും ക്ലബ്ബുകളും എന്നെ പ്രഭാഷണത്തിന് ക്ഷണിക്കാറുണ്ട്. അവർ മാസങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് ഇതുമാതിരിയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ഞാനാണെങ്കിൽ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉള്ള ഒരു ക്ലാസ് മാത്രമാണ്. അപ്പോൾ അവാർഡ് തരേണ്ടതും പൊന്നാട അണിയിക്കേണ്ടതും ബൊക്കെ കൊടുക്കേണ്ടതും ഞാനെന്ന വ്യക്തിക്കല്ല, ഇത് സംഘടിപ്പിച്ചവർക്കാണ്. അതുകൊണ്ട് ഈ അവാർഡും ബൊക്കെയും പൊന്നാടയും ഒന്നും വേണ്ട എന്ന് എടുത്തെടുത്ത് പറയാറുണ്ട്. എങ്കിലും ഞാനൊരു അവാർഡ് സ്വീകരിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അതിന്. അത് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ളൊരു അവാർഡ് TR എഡ്യൂക്കേഷൻ ട്രസ്റ്റും തൃശൂർ ഗുരുഭവനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശ്രീ TR രാഘവന്റെ
15ാം ചരമവാർഷിക ദിനവും ശ്രീനാരായണ അവാർഡ് 2016 സമർപ്പണവും. ഈ ഇൻവിറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. എനിക്ക് മുമ്പ് ഈ അവാർഡ് വാങ്ങിച്ച വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേര് വായിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ കൃതികളും മലയാളത്തിലേക്ക് വ്യാഖ്യാനിച്ച പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ, അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ബ്രഹ്മശ്രീ ഗുരു മുനിനാരായണ പ്രസാദ്, ഡോക്ടർ കെ ദാമോദരൻ, ജീവിതം മുഴുവനും ഗുരുദേവ സന്ദർശനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് യത്നിച്ച വ്യക്തി. അതേപോലെ തന്നെ ശ്രീമദ് പ്രകാശാനന്ദ സ്വാമികൾ, വർക്കല ശിവഗിരി ആശ്രമത്തിൻ്റെ സമുന്നത പദവിയിലിരുന്ന ആള്, ഡോക്ടർ ടി ഭാസ്കരൻ, പ്രൊഫസർ MK സാനു, ഡോക്ടർ KK രാഹുലൻ, ഡോക്ടർ സുകുമാർ അഴീക്കോട്, പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്, ഡോക്ടർ സ്വാമി തന്മയ, ബ്രഹ്മശ്രീ സ്വാമി സച്ചിദാനന്ദ, ഡോക്ടർ ഗീതാ സ്വരാജ്, ബ്രഹ്മശ്രീ സ്വാമി ഋതംബരാനന്ദ. ഇത്രയും വ്യക്തികളാണ്, ആചാര്യന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, പണ്ഡിതന്മാരാണ്. അവതാരങ്ങൾക്ക് തുല്യമായവർ അതിനകത്തുണ്ട്. അവർക്ക് കൊടുത്ത ആ പുരസ്കാരം എനിക്ക് തരുമ്പോൾ ഒരു സാധാരണക്കാരനായ ഗോപാലകൃഷ്ണനെ 13 അംഗ അവാർഡ് സെലക്ട് കമ്മിറ്റി യുനാനിമസ് ആയിട്ടാണ്, ഐകകണ്ഠ്യേനയാണ് അത് തിരഞ്ഞെടുത്തതെന്നും അവരെന്നെ അറിയിക്കുകയുണ്ടായി. അതൊരു അസാധാരണമായ സന്തോഷമായിട്ട് തോന്നുന്നു. മാത്രമല്ല, അത് അവാർഡ് തരുന്നത് തിരുവമ്പാടി കൺവെൻഷൻ സെന്റർ, ഹോട്ടൽ വൃന്ദാവൻ, മാരാർ റോഡ്, തൃശ്ശൂർ ടൗൺ റൗണ്ടിൽ തന്നെയുള്ള ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് 2017 ജനുവരി 7 രാവിലെ 9:30 ഈ ഡോക്ടർ ശ്രീ TR രാഘവൻ സാറിൻ്റെ ജന്മദിനമാണെന്ന്, സമാധി ദിനമാണ്, അദ്ദേഹം മരിച്ച ദിവസമാണ്. ആ ദിവസം തന്നെയാണ് ഇത് രാവിലെ 9:30 മണിക്ക് ജനുവരി 7 നൽകുന്നത്. അത് അധ്യക്ഷ പ്രസംഗം തൃശൂർ മേയർ അജിത ജയരാജൻ, ഉദ്ഘാടനവും അനുസ്മരണവും ശ്രീ AC മൊയ്തീൻ, വ്യവസായ വകുപ്പ് മന്ത്രി, പൊന്നാട് അണീക്കല് ശ്രീ TR വിജയകുമാർ, TR എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ശ്രീനാരായണ അവാർഡ് ദാനം എനിക്ക് നൽകുന്നത് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, അവാർഡ് സ്വീകരിക്കല്, മുഖ്യ പ്രഭാഷണം ശ്രീ TN പ്രതാപൻ, തൃശൂർ DCC പ്രസിഡന്റ്. പിന്നെ പ്രഭാഷണങ്ങൾ ശ്രീ PV കൃഷ്ണൻ നായർ, മുൻ സെക്രട്ടറി, കേരള സംഗീതനാഥ അക്കാദമി, ഡോക്ടർ PK സുകുമാരൻ. മറുപടി പ്രസംഗം ഞാനും നൽകുന്നുണ്ടാവും. ഇതിൽ ഒരു ഉജ്ജ്വലമായ ഒരു കുടുംബത്തിൻ്റെ അനവധി IASകാരും IPSകാരുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ശ്രീ TR രാഘവൻ സാറിൻ്റെ, അദ്ദേഹമാണെങ്കിൽ നാട്ടിക ശ്രീനാരായണ കോളേജ് നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, SN ട്രസ്റ്റ് നാട്ടിക റീജിയണൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ഭാരതീയ വിദ്യാഭവൻ തൃശ്ശൂരിൻ്റെ വൈസ് ചെയർമാൻ, വൈസ്മെൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ്, ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടർ, എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ചെയർമാൻ,
കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻസ് ഇരിങ്ങാലക്കുടയിലെ ഡയറക്ടർ, ഇതുകൂടാതെ വളരെയധികം എണ്ണപ്പെടുന്ന സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ച ശ്രീ TRRന്റെ നാമത്തിലുള്ള ആ ശ്രീനാരായണ ഗ്ലോബൽ അവാർഡ് വാങ്ങിക്കുന്നു. നിങ്ങളതിന് വരണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആരെയും പോകേണ്ട കാര്യമില്ല, കൊണ്ടുപോകേണ്ട കാര്യമില്ല. എല്ലാ മതത്തിലും നന്മകളുണ്ട്, എല്ലാ മതത്തിലും കുറെയെല്ലാം തിന്മകളുണ്ട്. എല്ലാ മതത്തിലെ നന്മകളും ഗോപാലകൃഷ്ണൻ പറയാറുണ്ട്. എല്ലാ മതത്തിലെ തിന്മകളും ശക്തിയായ ഭാഷയിൽ തന്നെ യൂട്യൂബിലൂടെയും പ്രഭാഷണത്തിലൂടെയും പറയാറുണ്ട്. അതിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്ന മഹാഭൂരിപക്ഷമുണ്ട്. എതിർക്കുന്നവർ പ്രതികരിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്. അതിനെല്ലാത്തിനും ഇടയ്ക്ക് 13-അംഗ കമ്മിറ്റി ഗോപാലകൃഷ്ണന് ശ്രീനാരായണ ഗ്ലോബൽ അവാർഡ് കൊടുക്കുമ്പോൾ ജഗദീശ്വരനോടും ഭാരതമാതാവിനോടും ഋഷിവര്യന്മാരോടും ഈ പ്രപഞ്ചത്തിലെയും പ്രകൃതിയുടെയും ശക്തിയോടും തൊഴുകയോടെ പറയുന്നു, അവസാനത്തെ ശ്വാസം വരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കോ ഏത് കോടതിയിലേക്കോ പോകേണ്ടി വന്നാലും അവസാനത്തെ ശ്വാസം വരെ ഈ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഈ അവാർഡ് തരുമ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിച്ച്, അതിലുള്ളത് തിരുവനന്തപുരത്തെ RCCയിലെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ 1 വർഷം കൂടി ജീവിക്കുമെന്ന് പറയുന്ന അനവധി രോഗികളുണ്ട്. അവർക്കായിട്ട് സമർപ്പിക്കാനും എനിക്ക് സാധിക്കും. അവസാനത്തെ ബ്രത്ത് വരെ അത് ചെയ്യുമെന്ന് ഞാൻ ആ വേദിയിൽ പറയുമ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവണം. 2017 ജനുവരി 7-ാം തീയതി രാവിലെ 9:30 മണിക്ക് ആ വൃന്ദാവൻ ഓഡിറ്റോറിയത്തിലെ തിരുവമ്പാടി സെന്ററിൽ, തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ, മാരാർ റോഡ്, തൃശ്ശൂർ റൗണ്ടിനടുത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷണിക്കുന്നു. പ്രണാമം. നമസ്കാരം.